Class 6 Geography. Class 6 Geography. Hi students, welcome back to our geography class for 6th standard students. Okay, in the last class we have discussed about the major domains of the earth. Do you remember what are the four major domains? First one is lithosphere, hydrosphere, atmosphere and biosphere. Okay, lithosphere, hydrosphere, atmosphere and biosphere. Okay, then we already discussed about lithosphere and hydrosphere. ഓർക്കുന്നുണ്ടോ? lithosphere എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാൻഡ് പാർട്ട് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ലാൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ continents, 7 continents അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. Then hydrosphere നമ്മൾ ഓഷ്യൻസ് പഠിച്ചു അല്ലേ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് വരുന്ന അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ ഈ രണ്ട് ഡൊമൈൻസും കൂടി ഉള്ളൂ. ഇതിലൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. So, ശ്രദ്ധിക്കുക. What is atmosphere? Atmosphere means എന്താണ്? Layer of gases. It consists of layer of gases. Okay? Then, atmosphere എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? So, what is atmosphere? The earth is surrounded by a thin layer of gas. The earth is surrounded by a thin layer of gas is known as atmosphere. Okay? ഇനി atmosphere നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? It provides us with the air we breathe. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എന്താണ്? atmosphere. Okay, then it protects us from നമ്മളെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു? harmful effects of sunrise. സൺറൈസിന്റെ ഹാർംഫുൾ, സൺറൈസ് കൂടുതൽ നമുക്ക് ഏറ്റാൽ അത് കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ സൺറൈസിന്റെ ഹാർംഫുൾ എഫക്റ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്? അറ്റ്മോസ്ഫിയർ ആണ്. കണ്ടോ? അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ ഗുണങ്ങൾ ഓർക്കുക. ദ എയർ വി ബ്രീത്ത്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എവിടെ നിന്നാണ്? atmosphere. Then harmful effects, it protect us from harmful effects of sunrise. Clear? Then atmosphere by 1600 kilometer ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 1600 കിലോമീറ്റർ ആണ്. പിന്നെ നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഗ്യാസസ് എല്ലാം ഉണ്ട് അല്ലെ? അപ്പം ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത് 78% ആണ് നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്. എത്രയാണ്? 78%. ഓക്കെ, നെക്സ്റ്റ് നൈട്രജന്റെ യൂസ് എന്താണ്? നൈട്രജൻ ഹെൽപ്സ് in the growth of living organism. living organismത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ present in 78%. ഓക്കെ, ഇനി നൈട്രജൻ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ അവയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നൈട്രജൻ എന്നുള്ളത്. ഓക്കെ, it consists of 78%. Then അടുത്തത് നമ്മുടെ ഓക്സിജൻ. എത്ര പെർസെന്റേജ് ആണ്? 21% ആണ്. ഓക്സിജൻ ഈസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് അല്ലെ? നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് എന്താണ്? ഓക്സിജൻ വേണം. അത് നമുക്കറിയാം. റെസ്പിറേറ്ററി ഗ്യാസ് ആണ് എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം ഓക്സിജൻ യൂസ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്. 0.02% ആണ് അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്നത്. 0.02% ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കീപ്പിംഗ് ദ പ്ലാനറ്റ് വാം. അതായത് നമ്മുടെ പ്ലാനറ്റിനെ നല്ല വാം ആക്കി നിർത്തുന്നത് ആര് കാരണമാണ്? ഇത് കൂടിപ്പോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമുക്ക് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിപ്പോയാലാണ് എന്ത്? നമ്മുടെ അന്തരീക്ഷം പൊള്യൂട്ടഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതുകൊണ്ട് തന്നെ 0.02% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാനറ്റിനെ വാം. ഇറ്റ് കീപ്സ് ദ പ്ലാനറ്റ് വാം. ഓക്കെ, then it also essential for the growth of plants. പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടി
പ്ലാന്റ്സ് എടുക്കുന്ന ഒരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിന് സഹായിക്കുന്നതുമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയോ? അപ്പൊ ഗ്യാസിനെ കുറിച്ച് ഏകദേശം ധാരണയാണല്ലോ. അപ്പൊ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ, അതിനു ശേഷം ഓക്സിജൻ ആണ്, അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അതുകൂടാതെ ആർഗൺ, അങ്ങനെ കുറെ ഇനേർട്ട് ഗ്യാസസ് ഉണ്ട്. അതെല്ലാം വേറെ മിക്സ് ചെയ്ത് വേറെ ഇതായിട്ട് ബാക്കി അറ്റ്മോസ്ഫിയറിലുള്ളത് ഇതുപോലുള്ള ഇനേർട്ട് ഗ്യാസുകളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു 1600 കിലോമീറ്റർ ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ അത്രയും കിലോമീറ്റർ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ നോക്കിയേ, ഇവിടെ കണ്ടോ, ഇത് നോക്കിയേ, എർത്തിന്റെ സർഫസിൽ നിന്ന് തുടങ്ങും. ഇത് കണ്ടോ, ഇത് മുകളിലോട്ട്, ഇതെല്ലാം അറ്റ്മോസ്ഫിയർ ആണ്. ഈ അറ്റ്മോസ്ഫിയറിന്റെ ഓരോ ഭാഗത്ത് ഓരോരോ പേരുകളാണ്. നോക്കിയേ, ആദ്യത്തെ ഭാഗം ഡെൻസിറ്റി അനുസരിച്ച് മുകളിലേക്ക് പോകുന്തോറും എന്ത്, അതായത് ഡെൻസിറ്റി the temperature also decreases as we go upwards. ടെമ്പറേച്ചർ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പം ഈ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഒക്കെ അനുസരിച്ചാണ് ഓരോ ലെയറായിട്ട്. അപ്പൊ ഈ ലെയറുകളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് 7th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നിങ്ങളത് പഠിക്കുന്നതാണ്. ഓരോ ലെയറിലും എന്തെല്ലാം പ്രതിഭാസങ്ങളാണ്, എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. നോക്കിയേ, ഫസ്റ്റ് വൺ ട്രോപോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഓക്കെ, അപ്പം ഇതിന്റെ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് നമ്മുടെ എയറോപ്ലെയിൻ ഒക്കെ മൂവ് ചെയ്യുന്നത്. എയറോപ്ലെയിൻ പോകുന്നത് അങ്ങനെ ചുമ്മാ വെറുതെ പോവല്ല, അത് ലെയർ ഉണ്ട്. അപ്പൊ ആ ലെയറിലൂടെയാണ്, അത് ഏത് ലെയറിലൂടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പേര് മാത്രം പഠിക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഓക്കെ, ഇപ്പൊ ഡെൻസിറ്റി എങ്ങനെയാണ്, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് എയർ. മുകളിലേക്ക് പോകുന്നതോറും ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ടെമ്പറേച്ചറും as we go up എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഡിക്രീസസ്. ഓക്കെ, then air moves from, air എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് എയർ എപ്പോഴും മൂവ് ചെയ്യുന്നത്. എയർ അങ്ങനെ മൂവ് ചെയ്യുന്നുള്ളൂ, ലോ പ്രഷറിൽ നിന്ന് ഹൈയിലോട്ട് പോകില്ല. ഹൈ പ്രഷർ എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. പിന്നെ നിങ്ങൾക്കറിയാം മൂവിങ് എയർ അല്ലെ, എയർ മൂവിങ് എയർ ഈസ് നോൺ ആസ് wind. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് wind? മൂവിങ് എയർ ഈസ് കോൾഡ് or moving air is known as wind. Okay, that's all about atmosphere. Okay, shall we go to the next domain, that is biosphere. Biosphere നമ്മൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്നുമില്ല. ലാൻഡ് ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞ ജീവമണ്ഡലം എന്നാണ്. ജീവൻ നിലനിൽക്കുന്നത്, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എവിടെയേ വരത്തുള്ളൂ, ബയോസ്ഫിയറിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്താണ്, ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ലാൻഡ് വേണം, വാട്ടർ വേണം, എയർ വേണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബാക്കി 3 ഡൊമൈൻസും ബയോസ്ഫിയറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഏതൊക്കെ വരും, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ലാൻഡ്, വാട്ടർ, എയർ, ഈ 3 എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ബയോസ്ഫിയർ. ഓക്കെ, ബയോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻടു പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. പ്ലാന്റ് കിങ്ഡം എന്നും അനിമൽ കിങ്ഡം എന്നും ഈ ബയോസ്ഫിയറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ all plants are included in this group. Then animal kingdom എന്ന് പറയുമ്പോൾ all animals are included in this group. Okay, അതിന്റെ ബാക്കി കാറ്റഗറി, അതായത് പിന്നെ എന്നെ ക്ലാസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കണ്ട. Then ബയോസ്ഫിയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. ഓക്കെ, അപ്പൊ ബയോസ്ഫിയറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും നോക്കാം. Then take a text. Page number 36. Listen, biosphere. The biosphere is the narrow zone of contact between the land, water and air. It is a zone that life that is unique to this planet exists. നോക്കിയേ, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഇത് ബയോസ്ഫിയർ ആണ്. അതുണ്ടോ, ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അവിടെ പ്ലാന്റ്സും ആനിമൽസും കൂടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ കണ്ടോ. ദെൻ
there are several species of organisms that vary in size from microbes and bacteria to huge animals. ചെറിയ മൈക്രോബ്സ് മുതൽ ഹ്യൂജ് മാമൽസ് വരെ ഇതിൽ ഉൾപ്പെടും. All the living organisms including humans are linked to each other and to the biosphere for survival. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ലിവിങ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ലിങ്ക്ഡ് ആണ്, ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. The organism in the biosphere may broadly be divided into plant kingdom and the animal kingdom. The three domains of the earth interact with each other and affect each other in some way or the other. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, കട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ഫോർ ഫുൾഫില്ലിങ് അവർ നീഡ്സ് ഓഫ് വുഡ്. കാരണം നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വുഡിൻ്റെ ഒരു ആവശ്യം വന്നു, തടിയുടെ ഒരു ആവശ്യം വന്നപ്പോൾ എന്ത് ചെയ്യും? ഫോറസ്റ്റ്, അതായത് കട്ടിങ് ഓഫ് ഫോറസ്റ്റ്. അപ്പം വുഡിൻ്റെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? മരങ്ങൾ കട്ട് ചെയ്യുന്നത്. ഓർ ക്ലിയറിങ് ലാൻഡ് ഫോർ അഗ്രികൾച്ചറിന് വേണ്ടി ലാൻഡ് ക്ലിയർ ചെയ്യുന്നു. മേ ലെഡ് ടു ഫാസ്റ്റ് റിമൂവൽ ഓഫ് സോയിൽ ഫ്രം സ്ലോപ്സ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മണ്ണൊലിപ്പുകൾ ഉണ്ടാകുന്നു. സിമിലർലി Earth's surface may be changed due to natural calamities like earthquake. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ്, അതായത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഭൂകമ്പങ്ങൾ പോലുള്ള. ഫോർ എക്സാമ്പിൾ, there could be submergence of land as happened in the case of tsunami recently. അടുത്തിടയിൽ സുനാമി ഉണ്ടായപ്പോൾ ചില ഭാഗങ്ങളൊക്കെ താന്നുപോയി. Parts of Andaman and Nicobar Islands were submerged underwater. വെള്ളത്തിൽ താന്നു പോവുകയുണ്ടായി ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ചില പാർട്സുകൾ. അപ്പം ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ താന്നു പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ ആ സ്ഥലങ്ങൾ കാണാൻ സാധിക്കില്ല. ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ലേക്സ് ആൻഡ് റിവേഴ്സ് മേക്ക് ദ വാട്ടർ അൺസ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ യൂസ്. അപ്പം നമുക്കറിയാം, വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന റിവേഴ്സിലേക്കാണ്. അത് ഹ്യൂമൻ യൂസിന് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഓൾസോ ഡാമേജ് അതർ ഫോംസ് ഓഫ് ലൈഫ്. ഇത് ജീവന് തന്നെ ഭീഷണിയാണ്. എമിഷൻ ഫ്രം ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് വെഹിക്കിൾസ് പൊല്യൂട്ട് ദ എയർ. ഇൻഡസ്ട്രീസിൽ നിന്നും തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും വെഹിക്കിൾസിൽ നിന്നുമൊക്കെയുള്ള എമിഷൻ, അതായത് പുറന്തള്ളപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും എയറിനെ പൊല്യൂട്ടഡ് ആക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എയർ. എയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ബട്ട് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അതായത് ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ, ഗ്ലോബൽ വാർമിങ്ങിനത് കാരണമാണ്. ദിസ് ഈസ് ടേംഡ് ആസ് ഗ്ലോബൽ വാർമിംഗ്. ഇതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദർ ഈസ് ദസ് എ നീഡ് ടു ലിമിറ്റ് ദ യൂസ് ഓഫ് റിസോഴ്സസ് ഓഫ് ദ എർത്ത് ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് നേച്ചർ ബിറ്റ്വീൻ ദ ഡൊമെയിൻസ് ഓഫ് ദി ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ഹൈഡ്രോസ്ഫിയർ. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് നേച്ചർ ബാലൻസ് ചെയ്യുന്നത് എപ്പോഴും ഈ എല്ലാ ഡൊമെയിൻസും ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ 4 ഡൊമെയിൻസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് അറ്റ്മോസ്ഫിയറും ബയോസ്ഫിയറുമാണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലെയർ ഓഫ് ഗ്യാസ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ. ഇത് എയറിൻ്റെ ബ്ലാങ്കറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ എയർ വി ബ്രീത്ത്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ ഇറ്റ് പ്രൊവൈഡ്സ് or it protects us from harmful effects of sun rays. Then 1600 കിലോമീറ്റർ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ ഇത് പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. Then different gases, nitrogen 78%, it is essential for the plants of growth of plants. Then oxygen 21%, oxygen is the respiratory gas. Carbon dioxide 0.02%, it keeps our planet warm. Then it is essential for the growth of plants. That carbon dioxide. Then moving air is known as wind. Then biosphere, it includes lithosphere, hydrosphere and atmosphere, land, water and air. Then biosphere
classified into two, plant kingdom and animal kingdom. അപ്പോൾ ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ 3 ഡൊമൈൻസും ഉണ്ട്. അതിൻ്റെ കൂടെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Plant kingdom includes all the plants are included in this group. Then all the animals are included. Animal kingdom. Then global warming. Carbon dioxide അളവ് കൂടിക്കഴിഞ്ഞാൽ excess amount of carbon dioxide leads to global warming. അത് global warming കാരണമാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. മേജർ ഡൊമൈൻസ് നമ്മുടെ PT3 എക്സാമിനുള്ള പോർഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ സ്റ്റഡി വെൽ. ശരി, അതായത് ഇതിനകത്ത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിൽ ചെറിയ ചെറിയ വൺ വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കാം. അതുപോലെ സൈഡിൽ കാണുന്ന ബോക്സിനകത്തെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് പഠിക്കാം.